നമസ്കാരം. സഖാവ് പിണറായി കറുത്ത കാറിൽ സഞ്ചരിച്ചപ്പോ എനിക്കൊരാഗ്രഹം, കയ്യിരുന്നതെല്ലാം പല ചിട്ടികളിൽ ചേർന്ന് അങ്ങനെയാണ് 27 ലക്ഷം രൂപയുടെ കാറ് വാങ്ങിച്ചത്. അതിന് കുഴപ്പമൊന്നുമില്ല. ജനങ്ങളോടൊപ്പം ഉണ്ടാവും, ഒരു സംശയം വേണ്ട. കുന്നത്തൂർ മണ്ഡലത്തിൽ LDF വേണ്ടി MLA ആവാൻ മത്സരിച്ച് തോറ്റുപോയ ഒരു സ്ഥാനാർത്ഥിയുടെ മോങ്ങലാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടത്. അദ്ദേഹത്തിൻ്റെ പേര് കോവൂർ കുഞ്ഞുമോൻ എന്നാണ്. കഴിഞ്ഞ 2 തവണയും അദ്ദേഹം അവിടുത്തെ MLA ആയിരുന്നു. ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം തോറ്റത്. 20,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിനാണ് തോറ്റത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മണ്ഡലം ഒരു ഇടത് കോട്ടയാണ് എന്ന് തന്നെ പറയാം. അവിടുത്തെ തോൽവി അദ്ദേഹത്തിന് ഇതുവരെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. എങ്ങനെ തോറ്റു എന്ന് സംസ്ഥാന ഘടകം പരിശോധിക്കണമെന്ന് വരെ അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി CPM-ഓ CPI-യോ അല്ല. അദ്ദേഹം RSP ലെനിനിസ്റ്റ് എന്ന പാർട്ടിയുടെ നേതാവാണ്. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ 2 തവണയും അവിടെ ജയിച്ചിരുന്നു. ഇത്തവണ ജയിച്ചതും മറ്റൊരു RSP ആണ്. ഈ RSP എന്നൊക്കെ പറയുമ്പോൾ അത്ര വലിയ പാർട്ടിയൊന്നുമല്ല. പക്ഷേ കൊല്ലം പോലുള്ള ചില ഇടങ്ങളിൽ അവർക്ക്, ചില പ്രത്യേക ഇടങ്ങളിലൊക്കെ അവർക്ക് വോട്ടുള്ള പാർട്ടിയാണ്. അത് UDF-ൻ്റെ കൂടെയുള്ള RSP ഉണ്ട്. NK പ്രേമചന്ദ്രനും മറ്റുമൊക്കെയുള്ള പാർട്ടി RSP ഉണ്ട്. അതേപോലെ തന്നെ LDF-ൻ്റെ കൂടെയുള്ള RSP ഉണ്ട്. അങ്ങനെ LDF-ൻ്റെ കൂടെയുള്ള RSP-യുടെ ഒരു കഷ്ണത്തിൻ്റെ നേതാവാണ് ഇദ്ദേഹം. അദ്ദേഹം തോറ്റത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വിഷമത്തിന് കാരണം, ഈ രോദനത്തിന് കാരണം 27 ലക്ഷം രൂപ മുടക്കി അദ്ദേഹം ഒരു ഇന്നോവ കാർ, ഒരു കറുത്ത കാർ എന്തോ ആയിരുന്നു, അദ്ദേഹം വാങ്ങിയിരുന്നു. അത് വാങ്ങാനുണ്ടായ സാഹചര്യം അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രബുദ്ധ മലയാളി മൂക്കിൽ വിരൽ വെച്ച് പോവും, സംശയമില്ല. പിണറായി വിജയൻ കറുത്ത കാറിൽ നടക്കുന്ന കണ്ടപ്പോൾ മോഹം തോന്നി. അങ്ങനെ ചിട്ടിയും വട്ടിയും ഒക്കെ കൂടി വാങ്ങിയതാണ്. പക്ഷേ ആ കാർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയിട്ട് വിൽക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ LDF എന്താ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പണമൊന്നും കൊടുത്തില്ലേ എന്നൊരു ചോദ്യം കൂടെ ന്യായമായിട്ട് അവിടെ ഉണ്ടാവും. പിന്നെ അങ്ങനെ ആശിച്ച് മോഹിച്ച് വാങ്ങിയ ഒരു കാർ വിറ്റിട്ട് മത്സരിക്കാൻ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുജനങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. താൻ ആഗ്രഹിച്ച് വാങ്ങിയ കാറ് പോലും വിറ്റിട്ട് MLA ആവാൻ വേണ്ടി നിൽക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും അതിന് പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ട് മോഹിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ നിൽക്കുന്നത്. MLA ആയിരുന്നുവെങ്കിൽ, LDF-ന് ഭരണം കിട്ടുമായിരുന്നുവെങ്കിൽ ഈ 27 ലക്ഷത്തിന് പകരം അതിലും കൂടിയ കാറൊക്കെ എടുക്കാമായിരുന്നു എന്നൊരു ആത്മവിശ്വാസം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചെയ്യില്ലല്ലോ. ഇപ്പോഴാണ് സാധാരണ ജനങ്ങൾക്ക് പല സംശയങ്ങളും ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ അവർക്കുള്ളതാണ്. ഈ ജനസേവനം, ജനപ്രവർത്തനം, അല്ലെങ്കിൽ MLA ആവുക, MP ആവുക, മന്ത്രിയാവുക, ഇതൊക്കെ പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ടാണോ പലരും കാണുന്നത് എന്ന് ഒരുപക്ഷെ സംശയിച്ചു പോകും. ഈ കോവൂർ കുഞ്ഞുമോനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച അതിസാധാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആഗ്രഹം ഏത് മനുഷ്യർക്കും ഉണ്ടാവാം. ഒരുപക്ഷെ തൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ചിട്ടിയും വട്ടിയും ഒക്കെ എടുക്കേണ്ടി വന്നേക്കാം. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. പിണറായി വിജയൻ എത്ര വില കൂടിയ കാറിൽ നടന്നാലും അത് അദ്ദേഹത്തിൻ്റെ കാശല്ല, അദ്ദേഹം ചിലവാക്കിയ പണമല്ല എന്ന് മനസ്സിലാക്കണം. അത് ജനങ്ങൾ ചിലവാക്കിയ പണമാണ്, ഖജനാവിൻ്റെ പണമാണ്. അതിൽ പെട്രോൾ അടിക്കുന്നതും അതിൽ ടയർ മാറുന്നതും എല്ലാ മെയിൻ്റനൻസ് ചെയ്യുന്നതും അതെല്ലാം നമ്മുടെ പണമാണ്. അതിനാൽ അത് ആരും ജപ്തി ചെയ്തുകൊണ്ട് പോവില്ല. അതിന് EMI അടയ്ക്കേണ്ട, ഒന്നും വേണ്ട. പക്ഷേ അത് കണ്ടുകൊണ്ട് ഒരു സാധാരണ വ്യക്തി, അല്ലെങ്കിൽ MLA ആണെങ്കിൽ കൂടിയും അത് കണ്ടുകൊണ്ട് 27 ലക്ഷം രൂപയുടെ ഒരു കാറ് വാങ്ങുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയിട്ട് അത് വിൽക്കേണ്ടി വരുന്നു. ആ കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ കരയുമ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ട്രാജഡി അല്ല, അതൊരു കോമഡിയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പോരെങ്കിൽ നിങ്ങൾ തന്നെ പ്രബുദ്ധ ജനതയാണ് എന്നൊക്കെ വാഴ്ത്തി പാടി ഒരു ലെവലാക്കി വെച്ചിരിക്കുന്ന മലയാളിയുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ മോങ്ങരുത് എന്ന് മാത്രമേ കോവൂർ കുഞ്ഞുമോനോട് പറയാനുള്ളൂ. പിണറായി കാണിക്കുന്ന കണ്ട് നിങ്ങളും ആ താളത്തിനൊത്ത് തുള്ളാൻ നോക്കിയതാണ്. പിണറായി മുഖ്യമന്ത്രിയായിരുന്നു. അതിനാൽ പിണറായി ആഡംബരമാവട്ടെ അത്യാഡംബരമാവട്ടെ അതെന്ത് തന്നെ കാണിച്ചാലും അതിനുള്ള പണം പോകുന്നത് ജനങ്ങളിൽ നിന്നാണ്, ഖജനാവിൽ നിന്നാണ്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഒരു 27 ലക്ഷം രൂപയുടെ ഇന്നോവ വാങ്ങി പിന്നീട് അത് വിൽക്കേണ്ടി വന്നു. ആ കാര്യം ഓർത്ത് കരഞ്ഞപ്പോൾ കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ജയിച്ച് MLA ആയിക്കഴിഞ്ഞ് ഇതിലും വലിയ കാറ് വാങ്ങാം എന്നായിരുന്നു നിങ്ങളുടെ മോഹം എന്ന് പോലും ഇപ്പോൾ ജനങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾക്ക് അങ്ങേയറ്റം അപമാനമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല.